ഇപ്പോൾ KPCC പ്രസിഡന്റ് VM സുധീരൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. മുഖ്യമന്ത്രി തന്നിൽ അർപ്പിതമായ ചുമതലകൾ നിറവേറ്റുന്നതിൽ തീർത്തും പരാജയപ്പെട്ടിരിക്കുന്നു. ഭരണരംഗത്ത് സമ്പൂർണ്ണ പരാജയമായി സംസ്ഥാന ഭരണകൂടം മാറിയിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് ആകട്ടെ സംസ്ഥാനത്തെ ജനപ്രതിനിധികളെപ്പോലും കാണാൻ കൂട്ടാക്കാതെ ഫെഡറലിസത്തിൻ്റെ ഘാതകരായി മാറുന്ന, ഫെഡറലിസത്തിൻ്റെ അന്തസത്തയെ തകർക്കുന്ന നിലയിലാണ് സമീപിക്കുന്നത്. വർഗീയതയാണ് അവരുടെ മുഖമുദ്ര. അവർ ചെയ്യുന്ന ജനദ്രോഹ പ്രവർത്തനങ്ങളെ വർഗീയ പ്രചരണങ്ങളിലൂടെ മറികടക്കാം എന്നുള്ള കണക്കുകൂട്ടലിലാണ് ഈ തെരഞ്ഞെടുപ്പിനെയും അവർ അഭിമുഖീകരിക്കുന്നത്. വർഗീയത വന്നാൽ ജനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ മറക്കും എന്നുള്ള ഒരു തിയറിയാണ് അവരുടേത്. ഏതായാലും രാജ്യത്തെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്ന് ശക്തമായി പോരാട്ടം നടത്തുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പൂർവാധികം കരുത്തോടുകൂടി മുന്നോട്ടിറങ്ങേണ്ട, ഊർജിതമായി കർമ്മരംഗത്തിറങ്ങേണ്ട ഒരു സന്ദർഭമാണ് ഇത്. ഈ സന്ദർഭത്തിൽ അതിൻ്റെ നിർണായക തലത്തിൽ പ്രവർത്തിക്കേണ്ട പാർട്ടിയുടെ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് പ്രത്യേകിച്ചും ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ KPCC അധ്യക്ഷ പദവിയോട് നീതി പുലർത്താൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൃത്യമായ പരിപാടികൾ തയ്യാറാക്കി മുന്നോട്ട് പോവുകയായിരുന്നു. ഇനിയും ജില്ലാതലങ്ങളിൽ സന്ദർശനങ്ങൾ ഉൾപ്പെടെ കൃത്യമായ പരിപാടികൾ തയ്യാറാക്കി മുന്നോട്ട് പോകുന്നതൊക്കെ റദ്ദാക്കേണ്ടി വന്നിരിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളോടൊപ്പം തന്നെ സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ബൂത്ത് കമ്മിറ്റികളുടെ രൂപീകരണം, അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തൃശ്ശൂർ ഉൾപ്പെടെ നിരവധി ജില്ലകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ആ പ്രവർത്തനങ്ങൾക്കൊക്കെ നേരിട്ട് ഇടപെട്ട് അതൊക്കെ ഊർജിതപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ എല്ലാ രംഗങ്ങളിലും പാർട്ടിയെ ഊർജ്ജസ്വലമായി കൂടുതൽ. നിയമസഭയിലുണ്ടായ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് VM സുധീരൻ സംസാരിക്കുന്നത്. ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇനി തുടർന്നും ശക്തമായി ജനകീയ വിഷയങ്ങളിൽ ഇടപെടുമെന്നാണ് അദ്ദേഹം പറയുന്നത്.